Assalamualaikum. Welcome back to Salva's kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ചിക്കന്റെ വെറൈറ്റി റെസിപ്പിയാണ്. ചിക്കൻ മലായി കോഫ്ത. ഇത് വളരെ ടേസ്റ്റ് ആണ് കഴിക്കാൻ. നമുക്കിത് റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇത് നമ്മളിവിടെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം നമുക്കിവിടെ ചിക്കൻ കോഫ്ത ബോൾസ് തയ്യാറാക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ കോഫ്ത ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ബൗൾ ചിക്കൻ മിൻസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ മിൻസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബൗള് സവാള ചോപ്പ് ചെയ്തതിട്ട് കൊടുക്കുക. 2 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 3 ടീസ്പൂൺ കടലപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു എഗ് വൈറ്റ്, ഒരു വലിയ ടീസ്പൂൺ പുളിയില്ലാത്ത തൈര്, ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ വശത്തേക്കും ഒന്നിച്ച് എത്തുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈക്കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലുള്ള പൊടികളും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/2 ബൗളിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കോഫ്ത ബോൾസ് വളരെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇനി ഇതാ കൈയൊക്കെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ കോഫ്ത ബോൾസ് തയ്യാറാക്കൽ. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. കൈൻ്റെ ഉൾവശത്ത് ഉരുട്ടിയിട്ട് ഇതുപോലെ എടുക്കുക. ഇങ്ങനെ. ഇനി ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ 2 ഷേപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വീണ്ടും സെയിം മെത്തേഡ് തന്നെ ഇതും അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കണ്ടില്ലേ, ഞാൻ എല്ലാതും ഇതുപോലെ നമ്മുടെ ചിക്കൻ കോഫ്ത ബോൾസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുക. അതിൻ്റെ മുൻപായിട്ട് ഇതുപോലെ ബോക്സിലേക്ക് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾക്ക് കോഫ്ത ബോൾസ് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. കണ്ടില്ലേ, 30 മിനിറ്റിന് ശേഷം അത് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അങ്ങനെയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റും നമ്മുടെ ഈ ചിക്കൻ കോഫ്ത ബോൾസ് ഉടയാതൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് കൂടുതൽ നല്ലത്. ഇതുപോലെ 2 സൈഡും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കോഫ്ത ബോൾസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് മാറ്റുന്നുണ്ട്. ഇത് ഏകദേശമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 ഭാഗം. ബാക്കി നമുക്ക് ഗ്രേവിയിലായിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാതും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഓയിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കൊന്ന് ഈ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. നമ്മുടെ ഗ്രേവി എന്ന് പറഞ്ഞൊരു തിക്ക് പ്ലെയിൻ ഗ്രേവിയാണ്. പക്ഷെ ഇങ്ങനെ സവാള ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ.
ഇതുപോലെ ഞാൻ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് സവാള ഈ ഓയിലിൽ നിന്നൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഓയിൽ പോയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ ബോൾസ്, ബേ ലീഫ്, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, 2 പീസ് പട്ട, കുറച്ച് ചെറിയ ജീരകം എല്ലാം കൂടെ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ചെറിയ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ചെറിയ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് റോസ് സ്മെല്ല് പോകുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ചൊന്ന് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ആവുന്നത് വരെ വഴറ്റിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് പോകുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ നന്നായിട്ട് പോയി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി എടുത്തിട്ടുള്ളത് ബോയിൽ ചെയ്താണ് എടുത്തത്. അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് പ്യൂരി ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവി തിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. തക്കാളി ഇതുപോലെ ബോയിൽ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഗ്രേവിക്ക് ഉണ്ടാവുക. ഇനി എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ ടീസ്പൂണ് തൈര് ബീറ്റ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിസ്ക് ഉപയോഗിച്ചിട്ട് അത് ബീറ്റ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ. ഇനി നമുക്ക് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് തിളപ്പിക്കണം. ഇതുപോലെ എല്ലാ വശത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സവാള ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഗ്രേവിക്ക് ഇതിൻ്റെയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ സവാള പ്ലെയിൻ ഗ്രേവി ആയിട്ട് അതിൽ കിടക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി പിടിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് പിടിച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൊഫ്ത ബോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ അത്യാവശ്യം ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണോണ്ട് ഇത് ഒന്നിച്ചിടുമ്പോൾ പൊട്ടിപ്പോകുകയൊന്നും ചെയ്യില്ല. കണ്ടില്ലേ, ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്യാണ്ട് ഇടുന്നുണ്ടെങ്കിൽ നമുക്കിത് ബോൾസ് ഇത്ര കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇത് മസാലയിൽ ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ ഒരു ടെൻഷനാവും, ഈ ബോൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോകുമോ എന്നൊക്കെ ഉള്ളത്. അത്യാവശ്യം ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ആ ഒരു ടെൻഷനില്ല. ഇനി നമ്മുടെ ചിക്കൻ കൊഫ്ത ബോൾസൊക്കെ ഗ്രേവിയിൽ കവർ ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യാതെയാണ്. ഇനി 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. ഇതുപോലെ 5 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കൊഫ്ത ബോൾസും അതുപോലെ ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് അത്യാവശ്യം ഒരു വെള്ളമൊക്കെ ആയിട്ട് നല്ല ഇതേപോലെ ഒരു തിക്കായിട്ട് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ മലായ് കോഫ്ത തയ്യാറാക്കൽ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കരുത്. അതുപോലെ കുറച്ച് പച്ചമുളക് സ്ലൈസ് ചെയ്തതും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അടച്ചു വെക്കാം 5 മിനിറ്റ്. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ മലായ് കോഫ്ത ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ടില്ലേ, ബോൾസൊക്കെ ഒന്നും ഉടയാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ റൊട്ടി ഐറ്റംസ്, റൈസ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് കഴിക്കാം. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ചിക്കൻ മലായ് കോഫ്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.